വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 6, 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലംകൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതും ആയ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ദൈവപരിപാലനയിലുള്ള ആശ്രയത്വം. മനുഷ്യന്റെ ജീവിതം ആകുലതകളിൽ നിന്നും ആവലാദികളിൽ നിന്നും വിമുക്തമാകുവാനും സംഘർഷരഹിതമാകുവാനും ഉതകുന്ന ഒരു ഒറ്റമൂലി യേശു നിർദ്ദേശിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനാവുക. യേശു നിർദ്ദേശിക്കുന്ന ആ ഒറ്റമൂലി ദൈവത്തിന്റെ പരിപാലനയിലുള്ള ആശ്രയത്വമാണ്. ദൈവത്തിന്റെ മക്കളായ നമ്മുടെ ആവശ്യങ്ങളിൽ സദാ ജാഗരൂകനാണ് ദൈവം എന്നും ആ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി തൽപരനുമാണ് ദൈവമെന്നും യേശു നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. ഈ സത്യം നമ്മൾ ഗ്രഹിക്കുന്നതിനു വേണ്ടി പ്രപഞ്ചത്തിലെ ചില പ്രതിഭാസങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യേശു ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ. വായുവിൽ പറന്നു നടക്കുന്ന പക്ഷികളെ, ആ പക്ഷികൾക്ക് ഭക്ഷണം ആരും സജ്ജീകരിച്ചു കൊടുക്കുന്നില്ല, അത് പ്രകൃതിയിൽ നിന്ന് അവ സംഭരിക്കുന്നു. ഭൂമുഖത്ത് വളരുന്ന സസ്യലതാദികളെ ആരും വെള്ളമൊഴിച്ച് പരിപാലിക്കുന്നില്ല, അവയിൽ വിരിയുന്ന പുഷ്പത്തിന്റെ മനോഹാരിത ആരും ചായം ചേർത്തുണ്ടാക്കുന്നതുമല്ല. ഇത്രയേറെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ആരുടെയും പരിപാലന ഏറ്റുവാങ്ങാതെ ഭൂമുഖത്ത് വളരുന്ന ഈ തരം പുഷ്പലതാദികളെ ദൈവം ഇത്രയേറെ വിശിഷ്ടമായ രീതിയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ടെങ്കിൽ ആ പ്രകൃതിയുടെ സംരക്ഷകനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ ദൈവം എത്രയോ അധികം സംരക്ഷിക്കുകയില്ലേ എന്നുള്ളതാണ് യേശു മക്കളായ നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ആവശ്യങ്ങള് ഭക്ഷണമാകട്ടെ, പാർപ്പിടമാകട്ടെ, വസ്ത്രമാകട്ടെ, മറ്റെന്തെങ്കിലുമാകട്ടെ, അവയെപ്പറ്റി പരിധിയിൽ കവിഞ്ഞുള്ള ആകുല ചിന്തകളോ ആകുലാദികളോ പുറപ്പെടുവിച്ചതുകൊണ്ട് ഒരു കാര്യവും നടക്കുകയില്ല എന്ന് തന്നെയല്ല,
അങ്ങനെ പുറപ്പെടുവിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നും യേശു നിർദ്ദേശിക്കുന്നു. അത്തരം ആവശ്യങ്ങൾ മനുഷ്യന്റേതാണെന്ന് മനസ്സിലാക്കി അവയെ പരിഹരിക്കാൻ സദാ സന്നദ്ധനാണ് പിതാവായ ദൈവം. പക്ഷേ മനുഷ്യന് യേശു നിർദ്ദേശിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുകയും ദൈവത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുവിൻ, മറ്റെല്ലാം നിങ്ങൾക്കായി തരപ്പെടുമെന്നാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുന്നത്. പ്രകൃതിയുടെ സംരക്ഷകനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ പ്രകൃതിനാഥന്റെ ഇഷ്ടമായിരിക്കണം ജീവിതത്തിൽ തേടേണ്ടത് എന്നൊരു വ്യവസ്ഥയാണ് യേശു വയ്ക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ അടിച്ച് മനുഷ്യൻ നടക്കേണ്ടതില്ല എന്നും ആ ടെൻഷൻ അടിയൊക്കെ അവസാനിപ്പിച്ച് വളരെ ശാന്തമായ രീതിയിൽ ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ടും ആശ്രയിച്ചുകൊണ്ടും ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികളിൽ കൂടി നടക്കാനുള്ള പരിശ്രമത്തോടുകൂടെ ശാന്തമായിട്ട് നടക്കുക മക്കളെ എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ ജീവിതത്തിൽ സ്വാംശീകരിച്ചെടുക്കാവുന്ന മനോഹരമായ ഒരു ദർശനമാണ് യേശു ഇവിടെ കാഴ്ചവെക്കുന്നത്.